കുറെ നാൾ മുമ്പ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സർവകലാശാലയിൽ ഒരു പെൺകുട്ടി അർദ്ധനഗ്നയായി സർവകലാശാല ക്യാമ്പസിനുള്ളിലൂടെ നടന്ന് പ്രതിഷേധിച്ചിരുന്നു. അന്ന് പോലീസ് ചെയ്തത് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും മറ്റും പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ഒടുവിൽ ആ പെൺകുട്ടിയെ അവർ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ എത്ര ക്രൂരമായിട്ടാണ് അവർ തല്ലിച്ചതച്ചത് എന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് വാഹനത്തിലെ ചോരക്കറയിൽ നിന്ന് തന്നെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇറാനിൽ വനിതകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട മതഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾക്കെതിരെയാണ് ഈ യുവതികളെല്ലാം തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1979 മുമ്പ് അങ്ങേയറ്റം പുരോഗമനപരമായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഇറാനിലെ പെൺകുട്ടികൾ. അന്ന് തന്നെ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കുകയും പാശ്ചാത്യ രീതിയിലൊക്കെ തന്നെ ജീവിക്കുകയൊക്കെ ചെയ്തിരുന്ന, ലോകത്തെ ഏറ്റവും മികച്ച സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന, അങ്ങനെ ഏറ്റവും വിപ്ലവകരമായ കാര്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യത്താണ് 1979 അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മതഭരണകൂടം അധികാരമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ. ഇവരുടെ മതനിയമങ്ങൾക്കെതിരെ പ്രതികരിച്ച സ്ത്രീകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. 2022 ഹിജാബിനെതിരെ പ്രതിഷേധിച്ച മഹസ അമീനി എന്ന വിദ്യാർത്ഥിനിയെ 2022 ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നതിനിടെ പോലീസ് കൊലപ്പെടുത്തിയ സംഭവം ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ട്രാമിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു യുവതി മുഖാവരണം ധരിച്ചില്ല എന്ന കാരണത്താൽ അവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും പിന്നീട് അവർ മരിക്കുകയും ചെയ്തിരുന്നു.